ഹായ്. കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ നിങ്ങൾ +1 +2 കൊമേഴ്സോ സയൻസോ ഒക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾ കൊമേഴ്സിലൊരു ഡിഗ്രി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സിലൊരു പ്രൊഫഷണൽ ഡിഗ്രി നോക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് എന്തായിരിക്കും കൊമേഴ്സിലെ ഓരോ സബ്ജക്റ്റും എന്നുള്ളത് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്സിലെ ടാക്സ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളായിരിക്കാം, +2 പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ഉണ്ടാവുക, ഈ സബ്ജക്റ്റ് പഠിച്ചാൽ, ഈ സബ്ജക്റ്റ് എന്തുകൊണ്ടാണ് പഠിക്കുന്നത്, ഈ സബ്ജക്റ്റിൽ എങ്ങനത്തെ കാര്യങ്ങളാണ് വരിക എന്നുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് മിസ്റ്റർ എക്സ് എന്നുള്ളൊരു വ്യക്തിയുണ്ട്. അയാൾക്ക് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ ഓരോ ടേമും ഞാൻ എന്താണെന്ന് പറഞ്ഞു തരും. 60 lakhs ആണ് അയാളുടെ ടോട്ടൽ ഇൻകം. അയാൾക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയാളുടെ ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. കമ്പ്യൂട്ട് ടാക്സ് ലാബിലിറ്റി ഫോർ ഒരു വർഷം തന്നിട്ടുണ്ട്, അല്ലേ. ഒരു ടാക്സ് റെജിമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റൻ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. നമ്മളൊരു കൊമേഴ്സ് പഠിക്കുമ്പോൾ, നിങ്ങൾ +1 +2 ഒക്കെ കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ്, പക്ഷേ നിങ്ങൾ കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ടു കൊമേഴ്സ് പഠിക്കുമ്പോൾ, ബിസിനസ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടാക്സേഷൻ അറിയുക എന്നുള്ളത്, അല്ലേ. അപ്പോൾ ഇവിടെ ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടാക്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കുന്ന സബ്ജക്റ്റാണ് ഇത്, ടാക്സേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം, ഇതിൻ്റെ ടാക്സ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലിട്ടു. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. അതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ടാക്സ് എന്താണെന്നുള്ള കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ കോഴ്സുകളിലൊക്കെ പഠിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പോൾ ടാക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ വളരെ ബേസിക്കിലോട്ട് പോകുന്നില്ല. സോ ടാക്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ടാക്സിന് നമ്മൾ എന്താക്കും, ഡയറക്റ്റ് ടാക്സ് എന്നുള്ളതും IDT എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും, ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ടാക്സിനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, IDTക്ക് എക്സാമ്പിളാണ് GST, അല്ലേ. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സ്, GST ഇത് രണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ. എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻകം ടാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, GST കേട്ടിട്ടുണ്ടാവും, അല്ലേ. GST നിങ്ങൾ അടക്കുന്നതുമായിരിക്കും, ഉറപ്പല്ലേ, അല്ലേ. നമ്മളെല്ലാവരും അടക്കുന്ന ഒരു ടാക്സ് ആണ് GST. എന്തുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു ഇത് നോക്കൂ. നിങ്ങളൊരു തലശ്ശേരി ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ്. എന്താണ്, ഒരു തലശ്ശേരി ചിക്കൻ ബിരിയാണി കഴിച്ചു. 150 രൂപയാണ് എന്ത് നിങ്ങൾ കൊടുക്കുന്നത്. ഈ 150 രൂപയിൽ ശരിക്കും ബിരിയാണിയുടെ പ്രൈസ് എത്രയാണ്, 142.86 ആണ്. ഇതിന് 5% GST വരുന്നുണ്ട്. പകുതി സെൻട്രൽ ഗവൺമെൻറ്റും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റും 2.5 വെച്ചിട്ട്. അതായത് നിങ്ങൾ 150 രൂപയുടെ ബിരിയാണി കഴിക്കുമ്പോൾ 7 രൂപയോളം, 7 രൂപക്ക് പുറമെ നിങ്ങൾ എന്ത് പേ ചെയ്യുന്നുണ്ട്, GST പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, GST പേ ചെയ്യുന്നത്. GST ആപ്ലിക്കബിൾ ആവുന്ന നിങ്ങളുടെ പേന ആയിക്കോട്ടെ, ഡയറി മിൽക്ക് ആയിക്കോട്ടെ, വാട്ടവർ, ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മൾ എന്തുകൂടെ പേ ചെയ്യുന്നുണ്ട്, GST പേ ചെയ്യുന്നുണ്ട്. ഈ GST പേ ചെയ്യുന്നത് നിങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഗവൺമെൻറ്റിലോട്ടാണോ അടക്കുന്നത്? അല്ല. നിങ്ങൾ ഇപ്പോൾ ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഹോട്ടലിൽ നിന്നാണോ നിങ്ങൾ കഴിക്കുന്നത് അവിടെയാണ് നിങ്ങൾ GST പേ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ, അല്ലേ. 150 രൂപ നിങ്ങൾ ബിരിയാണിക്ക് കിടക്കുമ്പോൾ അതിൽ 7 രൂപക്ക് അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, GST പേ ചെയ്യുന്നുണ്ട്. നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ്. ആരാണോ ഫുഡ് കഴിക്കുന്നത് അവരാണ് ഈ പേയ്മെൻറ്റ് അടക്കുന്നത്. ഇത് ആർക്കാണ് നമ്മൾ അടക്കുന്നത്, ഹോട്ടലിലോട്ടാണ്. ഈ ഹോട്ടൽ എന്ത് ചെയ്യണം, അത് ഗവൺമെൻറ്റിലോട്ട് അടക്കണം. ഇതിന് ആണ് എന്ത്, GST വർക്കാവുന്നത്. അപ്പോൾ ഇവിടെ GST പേയ്മെൻറ്റ് നടത്തിയത് ആരാണ്, നമ്മളാണ്, അല്ലെ, കസ്റ്റമറാണ്. കസ്റ്റമർ നേരിട്ട് ആർക്കാ കൊടുത്തത്, സപ്ലയർക്ക് അല്ലെങ്കിൽ ഷോപ്പിനാണ് കൊടുത്തത്. സപ്ലയർ അതെന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിലോട്ട് അടക്കുന്നു. ഈ GST സപ്ലയർ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിലോട്ട് അടക്കുന്നു. അപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ് ഡയറക്റ്റ്ലി അല്ല ഈ GST, അല്ലേ, GST എന്നുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഡയറക്ട്ലി ആണ്, അല്ലേ. ഇൻഡയറക്ട്ലി ആണ്. നമ്മുടെ അടുത്തു നിന്നാണോ നേരിട്ടാണോ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്? അല്ല, നമ്മളാണ് പേ ചെയ്യുന്നത്. പക്ഷേ ഗവൺമെൻറ് ഇത് കളക്ട് ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടിയെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ്, IDT എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്തായിരിക്കും, ഡയറക്ട്ലി നമ്മളടുത്ത് തന്നെ ടാക്സ് കളക്ട് ചെയ്യുന്നതായിരിക്കും എന്ത്, ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ തന്നെ, നമ്മുടെ ടാക്സ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടാക്സ് പേയബിൾ ആണെന്നുണ്ടെങ്കിൽ, ടാക്സ് പേ ചെയ്യേണ്ട ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം,
കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് ഇൻകം ടാക്സിലോട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഗവൺമെന്റിലോട്ട് കൊടുക്കണം. അത്തരം ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇൻകം 16 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ചുമതല ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. സോ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ്, ഇതാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ അതിന് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ഏതാണ്? GST ആണ്. അപ്പോൾ GST നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻകം ടാക്സ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ GST ഞാൻ അവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ BCom-ലും CA-യിലും CMA-യിലും CS-ലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ACC ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻ്റർനാഷണൽ വേർഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് UK ടാക്സോ അല്ലെങ്കിൽ ഗ്ലോബൽ ടാക്സോ അതിൻ്റെ ഒരു ബേസിസിൽ ആണ് നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ടാവുക. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ടാക്സ് എന്ന് പറഞ്ഞൊരു നിയമമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിയമമായിരിക്കും നിങ്ങൾ CA, CMA, CS എന്നീ കോഴ്സുകളിൽ പഠിക്കുന്നുണ്ടാവുക. എന്നാൽ CMA US അല്ലെങ്കിൽ ACC ഇതിലൊക്കെ നിങ്ങൾ ഗ്ലോബൽ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടാക്സ് സിസ്റ്റം ആയിരിക്കും നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ UK ബേസ്ഡ് ഒക്കെ നമ്മൾ ACCയിൽ കവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക്സ് എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ ടാക്സുകൾ ആരുടെ നിന്നൊക്കെ കളക്ട് ചെയ്യും ഗവൺമെന്റ്? ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് കളക്ട് ചെയ്യും, ഫേമിൻ്റെ അടുത്ത് കളക്ട് ചെയ്യും, LLPൻ്റെ അടുത്ത്, കമ്പനിയുടെ അടുത്തൊക്കെ കളക്ട് ചെയ്യും അല്ലേ? ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യണം അല്ലേ? നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ GST പേ ചെയ്യണം. അതുപോലെ പാർട്ണർഷിപ്പ് ഫേംസ്, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യണം? ഈ ടാക്സ് അടച്ചിരിക്കണം എന്നുള്ളതാണ്. കമ്പനികൾ എന്ത് ചെയ്യണം? ടാക്സ് അടച്ചിരിക്കണം, GST അടക്കണം, ഇൻകം ടാക്സ് അടക്കണം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് അടക്കണം, ഇൻഡയറക്റ്റ് ടാക്സ് അടക്കണം. അപ്പോൾ ഇവരുടെ അടുത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇത് കളക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഞാൻ ഇൻകം ടാക്സിലോട്ട് വരികയാണ് അല്ലേ? ഇൻകം ടാക്സിൽ എങ്ങനെയാണ്? ഇൻകം ടാക്സിൽ ഇപ്പോൾ GSTയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ GST പേ ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ GST പേ ചെയ്യുന്നു. ഇൻകം ടാക്സിൽ ഇൻകത്തിന് ടാക്സ് കളക്ട് ചെയ്യുന്നത് നമ്മൾ ഇൻകം ടാക്സിലെ മൊത്തം ഇൻകത്തിനെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 5 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്തിനായിരിക്കും ഇങ്ങനെ 5 ഹെഡായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കാരണം ഓരോ ഇൻകത്തിനും ഓരോ സ്വഭാവമുണ്ട് അല്ലേ? ഒരു ബിസിനസ്സിൽ നിന്ന് വരുന്ന എല്ലാ വരുമാനത്തിനെയും കുറിച്ച് അതിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവും? ഇല്ല. അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് കുറക്കാനുണ്ടാവും അല്ലേ? ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് ഒരു സെയിൽ നടത്തുമ്പോൾ സെയിലിൽ നിന്ന് ഒരു പൈസ കിട്ടിയാലും ആ സെയിൽ വരാൻ വേണ്ടിയിട്ട് അവൻ എക്സ്പെൻസ് കുറേ ഉണ്ടാവും അല്ലെ? ആ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വിൽക്കേണ്ടി വരും, സാലറി ഉണ്ടാവും, ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം അല്ലേ? എന്നാൽ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് അത്രത്തോളം എക്സ്പെൻസ് ഉണ്ടാവും. ആ സാലറി കിട്ടാൻ വേണ്ടി എക്സ്പെൻസ് ഉണ്ടാവും. അയാളുടെ വീട്ടിലെ എക്സ്പെൻസ് അല്ല പറയുന്നത്. ഉണ്ടാവോ? ഇല്ല. ഒരാൾ FD ഇട്ട് അതിൽ നിന്നിട്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റിന് ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റിൻ്റെ അതേപോലെ നമുക്ക് എന്തുണ്ടാവോ? എക്സ്പെൻസ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ മൊത്തം റെസിപ്റ്റിന് ഒരേപോലെ ടാക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ശരിയാവുമോ? ഇല്ല, അത് ന്യായമല്ല. അതുകൊണ്ട് തന്നെ ഇൻകങ്ങളെ അവിടെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ 5 ക്ലാസിഫൈ ചെയ്യുന്ന? ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ രീതിയിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. അതായത് സാലറി ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി, അതായത് റെൻ്റൽ ഇൻകം, ബിൽഡിങ്ങിൻ്റെ റെൻ്റൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ബിസിനസ്, പ്രൊഫഷൻ, ഇവരെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. പിന്നെ നമ്മൾ ലാൻഡ് വിൽക്കുന്നു, ബിൽഡിംഗ് വിൽക്കുന്നു അല്ലേ? ഇതൊക്കെ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യം. ഗോൾഡ് വിൽക്കുന്നു, ഇതിന് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണ് അത് ആ രീതികളൊക്കെ പറയുന്നത്. IFOS ഇതിൽ 4ലും വരാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ്, ലോട്ടറി, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി വേണമല്ലോ. അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി പറയുന്ന ഏത് ഹെഡിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്, ഇൻകം ഇങ്ങനെയാണ്. ഇൻകം ടാക്സിൽ നമ്മൾ മൊത്തം ഇൻകത്തിനെ 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതാണ് PGBPയുടെ ഫുൾ ഫോം ആയിട്ടാ. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗെയിനോ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ അസറ്റ്, അതുപോലെ നിങ്ങളുടെ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഗോൾഡ്, ഇതൊക്കെ ഇങ്ങനത്തെ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റിനെ, ഗെയിനിനെ ടാക്സ് ചെയ്യുന്ന ഹെഡാണ് ഇത് ക്യാപിറ്റൽ ഗെയിൻ. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 4ലും പെടാത്ത
ഇൻകങ്ങൾ, ടാക്സബിൾ ആയിട്ടുള്ള ഇൻകങ്ങൾ ടാക്സ് ചെയ്യുന്ന ഹെഡാണ് ഏത്? IFOS. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇൻകം ടാക്സിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനും, ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പുറത്താണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 5 ഹെഡുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 5 ഹെഡുകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ 5 ഹെഡുകളാക്കുന്നത്? ഓരോ ഹെഡിലും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഈ ഓരോ ഹെഡും നമുക്ക് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. CA-യിലാണെങ്കിലും CMA-യിലാണെങ്കിലും CS-ലാണെങ്കിലും ഒക്കെ ഉണ്ട്, BCom-ലാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഓരോ ഹെഡും ക്ലിയർ ആയിട്ട് പറയും സാലറിയിൽ എങ്ങനെയാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഫോർ ടാക്സ് പർപ്പസ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് റെന്റൽ ഇൻകത്തിൽ നിന്നുമുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഫോർ ടാക്സ് പർപ്പസ്. അങ്ങനെ ഈ ഓരോ ഹെഡിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഹെഡിലും വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്ത ടാക്സ് റേറ്റുകളാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിതെല്ലാം കോഴ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സിൽ ഹെഡ്സുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് ഒന്നും കൂടെ വരികയാണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? മിസ്റ്റർ എക്സ് ഹാസ് ടോട്ടൽ ഇൻകം, അല്ലേ? മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിനെ ടാക്സ് ചെയ്യും, കമ്പനിയെ ടാക്സ് ചെയ്യും, LLP-യെ ടാക്സ് ചെയ്യും, ഫേമിനെ ടാക്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. സോ മിസ്റ്റർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? ഇൻഡിവിജ്വൽ ആണ്. കാരണം എന്താ? ഓരോരുത്തർക്കും ടാക്സ് വ്യത്യസ്തമാണ്. ഒരു കമ്പനിയെ ടാക്സ് ചെയ്യുന്ന പോലെയല്ല ഇൻഡിവിജ്വൽസിനെ ടാക്സ് ചെയ്യുക, ഒരു ഫേമിനെ ടാക്സ് ചെയ്യുന്ന പോലെയല്ല ഇൻഡിവിജ്വലിനെ ടാക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇൻഡിവിജ്വലിന്റെ ടാക്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇൻഡിവിജ്വലിന്റെ ടാക്സിങ് സിസ്റ്റമാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ടോട്ടൽ ഇൻകം 16 ലക്ഷം എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? മിസ്റ്റർ എക്സ് ഹാസ് ടോട്ടൽ ഇൻകം ഓഫ് 16 lakhs എന്നാണ്, അല്ലേ? അപ്പൊ എന്താണ് സാർ ഈ ടോട്ടൽ ഇൻകം? എന്താണ് ടോട്ടൽ ഇൻകം എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ 5 ഹെഡ്സിൽ നിന്നും ഒരുമിച്ച് ചേർത്ത് അതിൽ നിന്നും ഇൻകം ടാക്സിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില ഡിഡക്ഷൻസ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് പേ ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒപ്റ്റ് ചെയ്തു, പ്രീമിയം അടച്ചു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ഫീസ് അടച്ചു. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻകത്തിൽ നിന്നും ആ എമൗണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഇൻകം 10 ലക്ഷമാണ്, ഒരാളുടെ ഡിഡക്ഷൻസ് പെർമിറ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻ ഒരു 2 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം ആയിരിക്കും അയാളുടെ ഇൻകം. ഈ 8 ലക്ഷത്തിന്റെ പുറത്ത് അയാൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ഈ 8 ലക്ഷത്തിന്റെ പുറത്ത് അയാൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 8 ലക്ഷം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് എന്താണ്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 ഹെഡ്സിലെയും ഇൻകംസ് എല്ലാം ഒരുമിച്ച് കൂട്ടി അതിൽ നിന്നും പെർമിറ്റ് ആയിട്ടുള്ള, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും? ടോട്ടൽ ഇൻകം എന്ന് പറയും. ഈ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ ടാക്സിന്റെ റേറ്റ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ടാക്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന് വേറെ ആയിരിക്കും, കമ്പനിക്ക് വേറെ ആയിരിക്കും, ഫേമിന് വേറെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓരോ ഇൻഫർമേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വലിന്റെ ടാക്സ് റേറ്റും ഇൻഡിവിജ്വലിന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? 5 ഹെഡ്സ് ആയിട്ട് ഇൻകം ടാക്സിൽ ഇൻകത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 5 ഹെഡ്സും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള എമൗണ്ട്, അതിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് കുറക്കും ബാക്കിയുള്ള എമൗണ്ട്. അപ്പോൾ ഇതിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 16 lakhs പുറത്താണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ വേറൊരു വേർഡിങ് പറഞ്ഞിട്ടുണ്ട്, PY 2024-25. PY എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പ്രീവിയസ് ഇയർ. എന്താണ് പ്രീവിയസ് ഇയർ? എന്താണ് PY എന്ന് പറഞ്ഞാൽ? പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇയർ എന്താണെന്ന് അറിയില്ലേ, അല്ലേ? നമ്മൾ 1 April മുതൽ 31 March വരെ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ 1-4 ഇപ്പോൾ 2024-25 അല്ലെങ്കിൽ 23-24 അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഇൻകം അല്ലേ നമ്മൾ നമ്മുടെ P&L ബാലൻസ് ഷീറ്റിലും ഒക്കെ കാണിക്കാറ്, അല്ലേ? P&L നമ്മൾ ആ ഇൻകം അല്ലേ കാണിക്കുക. ബാലൻസ് ഷീറ്റ് എന്നിട്ട് ആ മാർച്ചിലുള്ള ബാലൻസ് ഷീറ്റ് അല്ലേ നമ്മൾ എടുക്കുക, അല്ലേ? അപ്പോൾ ഈ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീവിയസ് ഇയർ എന്ന് പറയാം. എന്താണ്? ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടോട്ടൽ ഇൻകത്തിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്,
ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 5 ഹെഡിൽ ഈ 16 ലക്ഷം എന്ന് പറയുന്നത് 2 ഹെഡിലെ ഇൻകം ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയുണ്ട്, 5 ഹെഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 ഹെഡിൽ ഇവിടെ ഏതൊക്കെയുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, IFOs ഉണ്ട് അല്ലേ. 2 ഹെഡിലെ ഇൻകം ആണ് പറയുന്നത്. പറയാൻ വേറെ ഒന്നല്ല, കാരണം ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ്, അതിന് സെപ്പറേറ്റ് റേറ്റിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഈ 16 ലക്ഷം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഹെഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് തരാൻ കാരണം എന്താണ്, കാരണം അതിൻ്റെ റേറ്റ് ഫിക്സഡ് ആണ്. അതിൽ നിന്നുള്ള ഇൻകത്തിന് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആണ്. ഇനി നമ്മളോട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു ഫോർ AY 2025-26 എന്ന് പറഞ്ഞത്. PY എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ, പ്രീവിയസ് ഇയർ. എന്തായിരുന്നു, പ്രീവിയസ് ഇയർ. PY എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ എന്നുള്ളതാണ്. AY എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അസസ്മെന്റ് ഇയർ എന്നാണ്. എന്താണ്, അസസ്മെന്റ് ഇയർ. വേറൊന്നുമല്ല, പ്രീവിയസ് ഇയർ നമ്മൾ എന്താ പറഞ്ഞ, ഇൻകം ഏൺ ചെയ്യുന്ന വർഷം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് പ്രീവിയസ് ഇയർ. ഈ വർഷം കഴിഞ്ഞാലല്ലേ നമുക്ക് ആ വർഷം മൊത്തം എത്ര ഇൻകം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ പുറത്തല്ലേ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. ഈ അസസ് ചെയ്യുന്ന വർഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, അസസ്മെന്റ് ഇയർ എന്ന് പറയുക. ക്ലിയർ ആണോ? ഇപ്പോൾ രണ്ടും നമ്മുടെ വ്യത്യാസം. ഇപ്പോൾ രണ്ടും ഒരേ വർഷത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഇവിടെ ഇൻകം ഏൺ ചെയ്യുന്ന വർഷത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പ്രീവിയസ് ഇയർ, PY, പ്രീവിയസ് ഇയർ. ഇൻകം അസസ് ചെയ്യുന്ന വർഷത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അസസ്മെന്റ് ഇയർ. എന്താണ്, അസസ്മെന്റ് ഇയർ, AY എന്ന് പറയും. അതായത് പ്രീവിയസ് ഇയർ 2024-2025 ഏൺ ചെയ്ത ഇൻകത്തിന് നമ്മൾ ഏത് വർഷം ടാക്സ് കൊടുക്കണം, 25-26 നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഈ ടാക്സ് അസസ് ചെയ്യുന്ന വർഷത്തിന് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയും. ഇതിനർത്ഥം എന്താ, പ്രീവിയസ് ഇയർ 2024-25 എന്ന് പറഞ്ഞാൽ 1/4/2024 മുതൽ 31/3/2025 വരെ നമ്മൾ എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പുറത്ത് അസസ്മെന്റ് ഇയർ 2025-26 നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഗവൺമെന്റിലോട്ട് ഇൻകം ടാക്സിലോട്ട് ആ ടാക്സ് അടക്കും. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മളോട് ഏത് അസസ്മെന്റ് ഇയർ പറഞ്ഞിട്ടുള്ള, അസസ്മെന്റ് ഇയർ 25-26. അതിൻ്റെ അർത്ഥം ഏത് വർഷത്തെ ടാക്സ് ആണ് നമ്മളിപ്പോൾ പേ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ 2024-25. ദാറ്റ് മീൻസ് ഏപ്രിൽ 2024 മുതൽ മാർച്ച് 2025 വരെ ഏൺ ചെയ്ത ഇൻകം. ആ ഇൻകം ഈ ക്വസ്റ്റ്യൻ പ്രകാരം 2 ഹെഡ്സിലേ വന്നിട്ടുള്ളൂ. എല്ലാ ഹെഡ്സിലും എല്ലാവർക്കും ഇൻകം ഉണ്ടാവണം നിർബന്ധമില്ല. ഏതൊക്കെയാണ് ഹെഡ്സ്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നതാണ്. അപ്പോൾ ഈ 2 ഹെഡ്സിലുമാണ് ഇയാൾക്ക് ഇൻകം ഉള്ളത്. നമ്മളോട് ഡീഫോൾട്ട് ടാക്സ് റെജിമിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വേറൊന്നുമല്ല, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ. ഡീഫോൾട്ട് ടാക്സ് റെജിമിലും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒപ്റ്റ് ഔട്ട് സ്കീം ഉണ്ട്. 2 ഓപ്ഷൻ. ഈ രീതിയിൽ നിന്റെ A എന്നുള്ള രീതിയിൽ നിനക്ക് ഒപ്റ്റ് ചെയ്യാം, B എന്നുള്ള രീതിയിൽ ഒപ്റ്റ് ചെയ്യാം. ഏതാണ് നിനക്ക് ബെനിഫിഷ്യൽ എന്ന് നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് സ്കീം എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ സ്കീം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളോട് പറഞ്ഞ സ്കീം ഏതാണ്, ഡീഫോൾട്ട് ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BAC. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മിസ്റ്റർ എക്സ് എന്നുള്ള ഒരു ഇൻഡിവിജ്വലിന് കഴിഞ്ഞ വർഷം, അതായത് 2024-25 എന്ന ഫിനാൻഷ്യൽ ഇയറിൽ, പ്രീവിയസ് ഇയറിൽ 16 ലക്ഷം ഇൻകം ഉണ്ട്. ഈ ഇൻകം എന്ന് പറയുന്നത് ഏതിൽ നിന്നൊക്കെ വന്നതാണ്, ഹൗസ് പ്രോപ്പർട്ടി, അതായത് അയാളുടെ ബിൽഡിങ്ങിൽ നിന്നുള്ള റെന്റും അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ ഇതിന് രണ്ടും കൂടെ ചേർത്ത് അയാൾക്ക് ടോട്ടൽ ഇൻകം 16 ലക്ഷം രൂപയുണ്ട്. ഈ 16 ലക്ഷം രൂപയുടെ ടാക്സ് ആണ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 16 ലക്ഷം രൂപയുടെ ടാക്സ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡീഫോൾട്ട് ടാക്സ് റെജിമിലാണ്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കോഴ്സുകളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഇപ്പോൾ CA ആണെങ്കിൽ CAയുടെ ഇന്റർമീഡിയറ്റ് ലെവൽ, CMA ആണെങ്കിൽ CMAയുടെ കാറ്റിലും ഇന്റർമീഡിയറ്റിലും ഫൈനലിലും, CA ആണെങ്കിലും ഇന്ററിലും ഫൈനലിലും, CS ആണെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ലെവലിലും ഫൈനൽ ലെവലിലും, ദെൻ ACC ആണെങ്കിൽ നിങ്ങളുടെ സ്കിൽ ലെവലിലും P ലെവലിലും എന്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ടാക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനെ കാണുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാണ്. ടാക്സ് എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഏതാണ്, GST ആണ്. കാരണം അത് ഇൻഡയറക്ട്ലി ആണ്
ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ടാക്സ് ഏതാണ്? ഡയറക്ട്ലി ടാക്സ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ, LLP, കമ്പനി, ഫേം, ഇതിനെയൊക്കെ പ്രത്യേക രീതിയിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. ഇൻകം ടാക്സിൽ പ്രധാനമായിട്ടും നല്ല 5 ഹെഡായിട്ടാണ് ഇൻകത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സ്, ഓരോ ഹെഡ്സിലും ഓരോ രീതിയിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. ആ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് അതിൽ നിന്നും എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നു. ഈ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താണ്? ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ എങ്ങനെയാണ് ടാക്സ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. ഇവിടെ ഏജ് കൺസിഡറേഷൻ ഒന്നും ഇല്ല ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ. അപ്പോൾ ഒരാൾക്ക് 3 ലക്ഷം വരെ ഉള്ളൂ ഇൻകം എന്നുണ്ടെങ്കിൽ അവന് ടാക്സ് കൊടുക്കണോ? വേണ്ട. നമ്മളിവിടെ പറയുന്നത് ടാക്സ് കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്? നമ്മളോട് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയണം. അപ്പോൾ ആദ്യത്തെ 3 ലക്ഷത്തിന് എന്ത് ചെയ്യണ്ട? ടാക്സ് കൊടുക്കേണ്ടതില്ല. പിന്നെന്താ പറഞ്ഞ 3 lakh to 7 lakhs നമുക്ക് 5% ടാക്സ് കൊടുക്കണം. എത്രയാണോ 3 to 7 lakhs നമുക്ക് ഇൻകം ഉള്ളത് അതിന്റെ പുറത്ത് നമ്മൾ 5% ടാക്സ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 3 ലക്ഷമാണ് ഇൻകം എന്നുണ്ടെങ്കിൽ അവൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരാൾക്ക് 6 ലക്ഷം ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് അവൻ ടാക്സ് കൊടുക്കണ്ട. 3 മുതൽ അടുത്ത 7 ലക്ഷം വരെ 5% എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ഉണ്ടാവും? 3 to 6 എന്ന് പറയുമ്പോൾ 3 ലക്ഷം. ഈ 3 ലക്ഷത്തിന്റെ 5%, അപ്പോൾ 15,000 രൂപ അതിന് ടാക്സ് വരും. ക്ലിയർ ആണോ? 15,000 രൂപ ടാക്സ് വരും. ആ രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. 3 ലക്ഷം വരെ ടാക്സ് ഇല്ല. 3 മുതൽ 7 ലക്ഷം വരെ 5%, 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിന്റെ പുറത്ത് 30%. ഇത്രയേ ഉള്ളൂ മാറ്റം. 3 മുതൽ 7, 7 to 10, 10 to 12. അപ്പോൾ ആദ്യം 4 ലക്ഷത്തിന്റെ ഡിഫറൻസ്, പിന്നെ 3 ലക്ഷത്തിന്റെ ഡിഫറൻസ്, പിന്നെ 2 ലക്ഷത്തിന്റെ ഡിഫറൻസ് അല്ലേ. പിന്നെ വീണ്ടും 3 12 to 15, 20, 20 പിന്നെ 25 ഇല്ല, നേരെ ഇതിലോട്ട് കിടക്കുന്നു, 30 കിടക്കുന്നു അല്ലെ. 5, 10, 15, 20, നേരെ 30. 15 ലക്ഷത്തിന്റെ മുകളിലുള്ള എല്ലാ ഇൻകത്തിനും എത്രയാണ്? 30% ടാക്സ്. ഇതാണ് നമ്മളോട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് അറിയേണ്ട കാര്യം. ഇതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡീഫാൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ടാക്സിൽ പഠിക്കാനുള്ളത്. ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പഠിക്കാനുള്ളത്. ആഴ്ച ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് ശരിക്കും ഇത് അറിയണ്ടേ അല്ലേ. നമ്മൾ ബിസിനസ് പഠിക്കുന്നു, ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നു, അതിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ ഈ പ്രോഫിറ്റിന്റെ പുറത്ത് എത്ര ടാക്സ് കൊടുക്കണം നമുക്ക് അറിയണ്ടേ. അതുപോലെ നമുക്ക് റെന്റൽ ഇൻകം ഉണ്ട്, അതിന്റെ ടാക്സ് എത്രയുണ്ടെന്ന് അറിയണ്ടേ അല്ലേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗോൾഡ് വെക്കുന്നു, അതിന്റെ ടാക്സ് എത്രയുണ്ട് നമുക്ക് അറിയണ്ടേ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് അല്ലെ. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ടാക്സിൽ പഠിക്കാനുള്ള. ഈ GST ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഡെയിലി അടച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അത് എങ്ങനെയാണ് ആ ടാക്സ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ 16 ലക്ഷം ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ 16 ലക്ഷത്തിന്റെ ടാക്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കുക. ഇങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പഠിക്കാൻ പറ്റും. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാന്നേ, ഫസ്റ്റ് ടൈം ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാണ്. അസസ്മെന്റ് 2025-26 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. മിസ്റ്റർ എക്സിന്റെ ടാക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മൾ പറയുന്നു ഫസ്റ്റ് 3 ലക്ഷം വരെ ടാക്സ് ഇല്ല. പിന്നെ 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെ എത്രയുണ്ട് അല്ലെ, 4, 5, 6, 7, 4 ലക്ഷം ഉണ്ട്. ഈ 4 ലക്ഷത്തിന്റെ പുറത്ത് 5% കാണുമ്പോൾ എത്ര വരുന്നുണ്ട്? 20,000 രൂപ. അപ്പോൾ 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെയുള്ള ഇൻകത്തിന് നമ്മൾ എത്ര രൂപ ടാക്സ് കൊടുക്കണം? 20,000 ടാക്സ് കൊടുക്കണം. എത്ര കൊടുക്കണം? 20,000. ഇനി അടുത്ത സ്ലാബ് എന്താ? 7 to 10 അല്ലെ. 7 to 10 എന്ന് പറയുമ്പോൾ 3 ലക്ഷം. ഈ 3 ലക്ഷത്തിന്റെ പുറത്ത് നമ്മൾ എത്ര പറഞ്ഞു? 10%. അപ്പോൾ ആ 10% കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയുണ്ട്? 30,000. അടുത്തത് 10 to 12 ആണ്. 10 to 12 എന്ന് പറയുമ്പോൾ 2 ലക്ഷം. ഈ 2 ലക്ഷത്തിന്റെ പുറത്ത് 15% ടാക്സിന്റെ റേറ്റ് എത്രയുണ്ട്? 30,000 അല്ലെ. കാൽക്കുലേറ്റർ കഴിയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്. അടുത്ത എത്രയാ? 12 to 15, 20% പറഞ്ഞ എത്രയുണ്ട്? 3 ലക്ഷം. 3 ലക്ഷത്തിന്റെ 20% എത്രയാ? 60,000 രൂപ.
അടുത്ത എത്രയാ? ബാക്കി 16 ലക്ഷം മൈനസ് ബാക്കി എത്രയുണ്ട്? 16 ലക്ഷം മൊത്തം ഉള്ളത്. അപ്പൊ 15ന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പിന്നെ 1 ലക്ഷം. ഈ 1 ലക്ഷത്തിന് എത്ര അപ്ലൈ ചെയ്യാൻ വന്ന്? 15 ലക്ഷത്തിന്റെ മുകളിലുള്ളത് മൊത്തം എത്രയാണ്? 30% ആണ്. 30% ആണ്. അപ്പൊ ഈ 30% എത്രയാ? 30,000. ടോട്ടലി എത്ര നിങ്ങൾക്ക് കിട്ടിയ? 1,70,000 അല്ലേ? ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ടാക്സ് കിട്ടിയ എമൗണ്ടിന്റെ പുറത്ത് ഒരു അഡീഷണൽ ടാക്സും കൂടെ ഉണ്ട്. ടാക്സിന്റെ പുറത്താണ്, അത് ഇൻകത്തിന്റെ പുറത്തല്ല. ഇത്രയും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് എന്തിന്റെ പുറത്താ? ഇൻകത്തിന്റെ പുറത്താ. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇത്രയും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് ഇൻകത്തിന്റെ പുറത്താണ്. ഇനി നമുക്ക് ഈ കിട്ടിയ ടാക്സ് ഉണ്ടല്ലോ 1,70,000, അതിന്റെ പുറത്ത് നമ്മൾ ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടി മാത്രം ഒരു സെസ് കൊടുക്കാണ്ട്. സെസ് എന്ന് പറഞ്ഞാൽ ടാക്സ് തന്നെ. അത് ഉപയോഗിക്കുക. ഗവൺമെന്റ് എന്തിനാ ഉപയോഗിക്കുക? ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ടറാണ് അല്ലെ, ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിന് നമ്മൾ 4% സെസ്സും കൂടെ ആഡ് ചെയ്യും. നമ്മൾ എത്ര രൂപ കൊടുക്കണം? 1,76,800 rupees. ഇത് ഇതിന്റെ പുറത്തുള്ള ടാക്സ് ആണ്. 16 ലക്ഷം രൂപ ഇൻകം ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര രൂപ ഗവൺമെന്റിലോട്ട് അടക്കണം? 1,76,800 രൂപ. ഇത് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ലേടാ? അല്ലേ? കൊമേഴ്സ് സ്റ്റുഡന്റ് ആവണമെന്നുണ്ടോ ഇതിന്? അല്ലേ? എങ്ങനെയാണെങ്കിലും ഇത് അറിയണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്ന പൈസയിൽ എത്രത്തോളം ഗവൺമെന്റിന് കൊടുക്കണം നമുക്ക് അറിയണ്ടേ? അല്ലെ? ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കുന്ന കോഴ്സുകളാണ് കൊമേഴ്സ് കോഴ്സുകൾ. ഇത് നമുക്ക് BCom പഠിക്കാനുണ്ട്, CA പഠിക്കാനുണ്ട്, CMA പഠിക്കാനുണ്ട്, CS പഠിക്കാനുണ്ട്, ACCA പഠിക്കാനുണ്ട്. ഇത് ഇൻഡിവിജ്വൽസിന്റെ പഠിക്കാനുണ്ട്, കമ്പനിയെ പഠിക്കാനുണ്ട്, LLP ഫേംസിന്റെ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യന് എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്കൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിനും ഒക്കെ ഇത്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അവരോട് ഇത് കാണാൻ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.